ഹേയ് ഹലോ. ഇന്നിപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഇട്ട് വരുന്നത് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്നുവെച്ചാൽ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചാണ്, അബ്നോർമലും നോർമലായിട്ടുള്ളത്. എന്നോടൊരു കുട്ടി എപ്പോഴും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും റിപ്ലൈ കൊടുത്ത് ചെയ്യാൻ കാരണം എനിക്കിതിനെക്കുറിച്ച് ചെറിയൊരു അറിവേ ഉള്ളൂ. അപ്പം അത് കുറേ ഞാൻ അന്വേഷിച്ച് പിടിച്ച് വായിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒന്നും അറിയാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. എന്തെങ്കിലും അറിയാത്ത കാര്യം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് വേണ്ട പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും ഒന്ന് ലോങ് ആയതിന് ഇത്രയും ഒന്ന് ഡിലേ വന്നതിന് ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ആ മിസ്റ്റേക്ക് ഒന്ന് മാറ്റാം. കാരണം ഈ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അത്ര അറിയാത്തതുകൊണ്ടാണ്. വല്ല ഫേസ് പാക്ക് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഹെയർ കെയർ, ബോഡി കെയർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും സെറ്റാക്കി തന്നേനെ അപ്പം തന്നെ. പക്ഷെ ഇങ്ങനത്തെ സംഭവത്തിനെ കുറിച്ച് ശരിക്കും നമുക്കത്ര അറിവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനൊരു LLB സ്റ്റോർ ചാനലിൽ മെയിൻ ആയിട്ടുള്ളത് സ്കിൻ കെയർ ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ എല്ലാവരോടും ഒന്ന് കാണാൻ പറയട്ടെ. എന്തായാലും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടീനേജേഴ്സിനായിരിക്കും ആയിക്കോട്ടെ, അതുപോലെ സ്കൂളിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും പറ്റിയ, ഇനി ഗേൾസിന് മാത്രമല്ല ബോയ്സിനൊക്കെ പറ്റിയ ചെറിയ ടിപ്സൊക്കെയാണ്. നമ്മളെന്തായാലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും സ്കിന്നാണെങ്കിലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുപോകണമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെള്ളം പോക്ക് അഥവാ വൈറ്റ് ഡിസ്ചാർജ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നോർമലായിട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, യെല്ലോ, ബ്രൗണിഷ്, ഇച്ചിങ്, സ്മെല്ലിങ് ഇതൊന്നും ഇല്ലാതെ നോർമലായിട്ടുണ്ടാവുമല്ലോ. അതെന്ന് പറയുമ്പോൾ ഒന്ന് പീരീഡ്സിന് ശേഷം നമ്മുടെ ഓവുലൂഷൻ പീരീഡിൽ, അല്ലെങ്കിൽ പീരീഡ്സ് ആണെങ്കിൽ ഒരു 7 to 8 days മുൻപ്, ഇതൊക്കെ നോർമലാണ് കേട്ടോ. പിന്നെ നമ്മുടെയൊക്കെ ഓരോ ഏജിലും ഹോർമോൺസ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിയാലോ. അപ്പോൾ ഹോർമോൺ ചേഞ്ചസിന് ഇത് പ്രകാരം എന്താ പറയുക, ഈ നോർമലായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാൻ ചാൻസസ് ആണ്. ഇത് എഗ് വൈറ്റിൻ്റെ പോലെ ആയിരിക്കും, എന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ള പോലെ ആയിരിക്കും നോർമലായിട്ടുണ്ടാവുക, സാധാരണ ഒരു വൈറ്റ് കളറിൽ. ഇനി അപ്പം ഇതൊക്കെ നോർമലാണ്. ഇനി അബ്നോർമലായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ ഇത്രയും നേരം ശ്രദ്ധിച്ചിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചോട്ടാ. അപ്പോൾ എന്താണ് അബ്നോർമൽ എന്ന് പറയുമ്പോൾ, യെല്ലോ ബ്രൗണിഷ് കളറ്, സ്മെല്ല് ഉണ്ടാവുക, ഇച്ചിങ് ഉണ്ടാവുക, അതുമൂലം നമുക്കൊരു അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. പാൻറ്റീസ് ആയിക്കോട്ടെ അതൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നമുക്ക് വയറുവേദന, തണ്ടൽ വേദന, നടുവേദന. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണത് ഈ അബ്നോർമലായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജിന് ഇതായിരിക്കും. മെയിനായിട്ട് വൃത്തിക്കുറവ്, പിന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ, ഇതൊക്കെ മൂലമാണ്. യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ വൈറ്റ് ഡിസ്ചാർജ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അബ്നോർമലായിരിക്കും. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസൺസ് ഞാൻ പറഞ്ഞു. ബാക്ടീരിയ ഇൻഫെക്ഷൻസ് വഴിയുണ്ടാവും, വൃത്തിയില്ലായ്മ, പിന്നെ നനഞ്ഞ പാൻറ്റീസൊക്കെ നമ്മൾ ആക്കില്ലേ, അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടാവണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ വൃത്തിയുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചേക്ക്. ഭയങ്കര സോപ്പൊക്കെ ആക്കി നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനെയുള്ള പ്രൈവറ്റ് പാർട്സിൽ നോർമലായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഭയങ്കരമായിട്ട് സോപ്പിട്ട് പതപ്പിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡി വാഷസ് ഇട്ട് ഈ പതപ്പിച്ചൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയസിനെ കൂടിയാണ് അത് നശിപ്പിക്കണത്, കൊല്ലണത്. അപ്പം നമുക്ക് എന്തെങ്കിലും വേറെ ഈ ബാക്ടീരിയസിൻ്റെ ഇതൊക്കെ വരുമ്പോൾ പ്രിവെൻറ്റ് ചെയ്യണത് നമ്മുടെ നല്ല ബാക്ടീരിയാസ് ആയിരുന്നു. അപ്പോൾ അതിനും കൂടി കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ ഇൻഫെക്ഷൻസ് ഒക്കെ കടന്നു വരും. അപ്പോൾ ഇതുപോലെയുള്ള ഈ വൈറ്റ് ഡിസ്ചാർജ് എന്നല്ല കളേഴ്സൊക്കെ മാറും കേട്ടോ. ബ്രൗൺ ആവാം, യെല്ലോ ആവാം, ഡാർക്ക് കളേഴ്സിലൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കണം. നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ പീരീഡ്സിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണട്ടെ. അപ്പോൾ അതുകൊണ്ടെങ്കിൽ പീരീഡ്സ് ഡേയ്സിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കണം, എന്ന് വെച്ചാൽ വെള്ളം നന്നായി കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അടിയിലേക്ക് നോക്കി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയണ്ടേന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്യാവശ്യം ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ അടിയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാനായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സെക്ഷൽ ഇൻ്റർകോഴ്സ് തെറ്റായ രീതിയിലൂടെ അല്ലെങ്കിൽ
ഒട്ടും ഹൈജീൻ അല്ലാത്ത രീതിയിലുള്ള സെക്ഷൽ ഇൻ്റർക്രോസ് വഴിയൊക്കെ ഇങ്ങനെ ബാക്ടീരിയാസ് എല്ലാം കടന്ന് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നനഞ്ഞ പാൻറ്റീസൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ ഈർപ്പൊക്കെ തട്ടി ബാക്ടീരിയാസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഈ വൈറ്റ് ഡിസ്ചാർജ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഭയങ്കര നടുവേദന, വയറുവേദന, ബോഡി പെയിന്, കളറൊക്കെ മാറി തുടങ്ങാം. എന്തു ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ലാസ്റ്റ് അത് യൂറിനിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ടും പിന്നെ കല്ല് സ്റ്റോണൊക്കെ വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. പിന്നെയും ഡോക്ടറെ കൺസൾട്ട് അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ലേന്നോ. ഇതിന് നമുക്ക് മെഡിക്കൽ പരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ലാണ്ട് ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾ വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇത് എന്തായാലും ഡോക്ടറെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സിസ്റ്റം എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കണം ബോഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ഒരുവിധം നമ്മുടെ അസുഖങ്ങളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് എപ്പോഴും പറ്റും. നമ്മുടെ സ്കിന്നല്ല നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പനിയൊക്കെ വന്നാലൊന്നും മെഡിസിൻ കഴിക്കാൻ എനിക്ക് അത്രയും മടി. പക്ഷെ ഞാൻ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഈ പനിയൊക്കെ മാറി എൻ്റെ ബോഡിനെ അങ്ങനെ അത്ര എഫക്റ്റ് ചെയ്യാറില്ല ആദ്യം. ഇപ്പം നല്ല എഫക്റ്റ് ഉണ്ട്, വെള്ളം കുടിക്കൽ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് നല്ല വെള്ളം കുടിക്കുക. പിന്നെ ഇത് മെയിനായിട്ട് വരാനുള്ള കാരണം സ്ട്രെസ്സ്. അറിയാം, എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഡിപ്രഷൻ സ്റ്റേജ്, സ്ട്രെസ്സ്, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വൈറ്റ് ഡിസ്ചാർജ്, അബ്നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് ഞാൻ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴും ഒരുപാട് സ്ട്രെസ്സ് മൂലം ഉണ്ടാവുന്നതാണ് ഞാൻ കേട്ടത്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തേ പറ്റൂ. ഇതിന് കുറച്ച് ശ്രദ്ധിക്കണം. ഇനി ഇത്രയും വീഡിയോ ചെയ്തിട്ട് ഡോക്ടറെ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കേണ്ടത്. കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ സി റിച്ച് ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെപ്പോഴും മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ, അതൊക്കെ ഒന്ന് കുറച്ചേക്ക്. മധുരം നമുക്ക് അത്ര നല്ലതൊന്നല്ല നമ്മുടെ സ്കിന്നിന് ആയിക്കോട്ടെ, ബോഡിക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഷുഗർ ഒന്ന് കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും. അപ്പോൾ ഇടയ്ക്ക് ഷുഗർ കട്ട് ചെയ്തൊക്കെ നിങ്ങൾ നോക്കുക, ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കി നോക്ക് ഷുഗറെ കൺട്രോൾ ചെയ്യാനായിട്ട്. ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചായയിലൊക്കെ മധുരം കുറച്ച് യൂസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നല്ലതാണ്. വിറ്റാമിൻ സി റിച്ച് ഫുഡ്സ്, ഓറഞ്ചൊക്കെ ഇല്ലേ, നെല്ലിക്ക, ചാമ്പയ്ക്ക, അങ്ങനെ സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, അങ്ങനത്തെ ബെറീസൊക്കെ കഴിക്കുക. ഓറഞ്ചസ് അതൊക്കെ കഴിക്കുക. പിന്നെ തൈര് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ഇഷ്യൂസിന് അത്രയും നല്ല സംഭവമാണ് കേട്, തൈര് എന്ന് പറഞ്ഞുള്ള സംഭവം. അപ്പം അത് നിങ്ങൾ നല്ലതാണ് തൈര് കൂട്ടി ചോറ് കഴിക്കണതൊക്കെ, അല്ലെങ്കിൽ തൈരിൽ കേട് സലാഡ്സൊക്കെ ഉപയോഗിക്കണതൊക്കെ കേട്ടോ. അപ്പം തൈര് നല്ലതാണ് കഴിക്കുക. കേട് പിന്നെ യോഗേട്ടൊക്കെ ഉൾപ്പെടുത്തി സ്ട്രോബെറി യോഗേട്ട്സൊക്കെ നൈസാണ്. അപ്പോൾ അതിൽ സ്ട്രോബെറി പിന്നെ ബ്ലൂബെറീസ് ഒക്കെ ഇട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പെട്ടെന്നായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്, പ്രൈവറ്റ് പാർട്സ് ആയിക്കോട്ടെ, നമ്മുടെ ബോഡിയിൽ ആയിക്കോട്ടെ, എല്ലായിടത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗിച്ച നിങ്ങൾ എന്താ ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല. ചിലർ സ്ട്രിപ്പായിരിക്കും, ചിലർ ഷേവ് ചെയ്തെടുക്കായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് ആയിട്ട് വേറൊന്ന്, സ്കിന്നിന് വേറൊന്ന്, പ്രൈവറ്റ് പാർട്സിന് വേറൊന്ന്, അങ്ങനെ 3 എണ്ണം കരുതണം നല്ലതായിരിക്കും. പ്രൈവറ്റ് പാർട്സിന് യൂസ് ചെയ്ത സംഭവം നമ്മൾ നമ്മുടെ വേറെ ഏരിയാസിലൊന്നും ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എനിക്ക് വരാതെ ഒന്ന് വെള്ളമൊക്കെ വാഷ് ചെയ്താക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കുക. എന്തെങ്കിലും വെച്ചൊന്ന് കോട്ടൺ തുണികളൊക്കെ വെച്ച് അല്ലെങ്കിൽ തുടച്ചെടുക്കുക. എപ്പോഴും അത് നനവുണ്ടാവില്ല, കാരണം നനവുണ്ടാകുമ്പോഴാണ് ബാക്ടീരിയാസ് ഇങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടാവുക. അപ്പോൾ നനവില്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഈർപ്പുള്ള നനഞ്ഞ പാൻറ്റീസൊന്നും ഇല്ലാതെ കഴുകി വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. ഹൈജീൻ മസ്റ്റാണ്. പീരീഡ്സ് ടൈമിലൊക്കെ പാഡൊക്കെ ഡെയിലി 3-4 പാഡൊക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നോർമലായിട്ട് ഉണ്ടാവണത്. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എൻ്റെ നോർമലല്ല അബ്നോർമലാണെന്ന് അവർക്ക് സ്വയം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തേക്കുക. അതിന് വേറെ വലിയ ഇപ്പോൾ ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ മടിച്ചെന്ന് അത് മാറും ആണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് അത് വലിയ അസുഖങ്ങളായിട്ട് അത് മാറി അതിന് അത്രയും പൈസ ചിലവാക്കേണ്ടി വരും. എക്സാമ്പിളാണ് ഞാൻ. അങ്ങനെ ഒരു ചെറിയ വയറുവേദന അങ്ങനെ വെച്ചോണ്ടിരുന്നാണ് ലാസ്റ്റ് അത് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഒക്കെ പൊട്ടിയതായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ എനിക്കിതിനെക്കുറിച്ച് അറിയുള്ളൂ. അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പോലെ അതിന് മുൻപ് നമ്മുടെ അവിടെ സൈഡിൽ ഒരു ബെല്ലൈക്കൻ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്ത് ഓളൂടെ എനാബിൾ ചെയ്ത് ഇടാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടാണെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.